വൃക്ക സംബന്ധമായ അസുഖം മൂലം ചികിത്സ തേടുന്ന വയക്കരയിലെ ജഹാംഗീർ ചികിത്സാ സഹായ നിധിയിലേക്ക് കമ്പല്ലൂർ കൊല്ലാട ചങ്ങാതീസ് കൂട്ടായ്മ സഹായ വിതരണം നടത്തി. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ കരോളിൽ നിന്ന് ലഭിച്ച തുകയാണ് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയത്. 3 വർഷത്തോളമായി ചങ്ങാതീസ് കൂട്ടായ്മ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. വർത്തമാനകാലത്ത് വിദ്യാർത്ഥികൾ വിനോദത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ഉത്തമ മാതൃകയാകുകയാണ് ചങ്ങാതീസ് കൂട്ടായ്മ. അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കരോളിൻ്റെ ഭാഗമായി അവർ വീടുകൾ തോറും നടന്ന് ശേഖരിച്ച പൈസ മറ്റ് ഒരു ചെലവുകളും വരുത്താതെ സ്വരുക്കൂട്ടിയ മുഴുവൻ ഫണ്ടും അവർ ജഹാംഗീർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയാണ്. അപ്പോൾ മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള മാതൃകാപര പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുക്കാറുണ്ട്. ഈ കുട്ടികളെ നന്മ ആർന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും വാർഡ് മെമ്പർ തന്നെ നൽകുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായും നമുക്കറിയാം, പുതിയ കാലത്ത് കുട്ടികൾ മൊബൈലിൻ്റെയും മറ്റ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പിന്നിലേക്ക് പോകുമ്പോൾ അതിനൊന്നും വഴിപ്പെടാതെ നമ്മുടെ നാടിൻ്റെ സമൂഹത്തിൻ്റെ നല്ല ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു ചെറുപ്പത്തിൽ തന്നെ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായൊരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ ചങ്ങാതീസ് കൂട്ടായ്മയിലെ മുഴുവൻ കൂട്ടുകാരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്ത് ചങ്ങാതീസ് കൂട്ടായ്മ കേന്ദ്രത്തിൽ വെച്ച് ക്ലബ് അംഗങ്ങൾ ഫണ്ട് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി. ജഹാംഗീർ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ഖാസിം മൗലവി, വർക്കിംഗ് ചെയർമാൻ സിദ്ദിഖ് ലത്തീഫി, കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ്, ഖാദർകുട്ടി, ആഷിഖ് അമാനി, വാർഡ് മെമ്പർ ശിവദാസൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജഹാംഗീർ ചികിത്സാ സമിതിയുടെ പലവിധത്തിലുള്ള സഹായ സമിതികൾ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഇതുവരെ കിട്ടി ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ഇതിൻ്റെ പ്രവർത്തന ഗോതയിൽ ഇറങ്ങിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ചങ്ങാതീസ് കൂട്ടായ്മ കൊല്ലാട എന്ന് പറയുന്ന ഈ കുട്ടികളുടെ ഒരു കൂട്ടായ്മ. ഇത് നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അനുഭവം, നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും പുതിയ ഒരു അനുഭവമായി തന്നെ നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഈ രൂപത്തിലേക്ക് ശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ കൈപിടിക്കാൻ വേണ്ടി, സാധുക്കളുടെ അവശരുടെ കൈപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരവസരം കിട്ടി. ഈ കുഞ്ഞു മക്കൾ അത് ഏറ്റെടുത്ത് ചെയ്തതിൽ നമുക്ക് അതിയായ സന്തോഷം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചങ്ങാതീസ് കൂട്ടായ്മയിൽപ്പെട്ട അഭിനന്ദ്, അഭിഷേക്, അഭിനവ്, അഭിജിത്ത്, അതേപോലെ തന്നെ അർച്ചന, അർജുൻ, അവർണ, ആതിര, അമയ, ഇഷാൻ, ഋതുദേവ് എന്നീ 11 കുട്ടികളാണ് ഈ കൂട്ടത്തിലുള്ളത്. അവർ 3 വർഷത്തോളമായി ഈ പ്രവർത്തനവുമായിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഓണാഘോഷം വന്നാലും ക്രിസ്മസ് ആഘോഷം വന്നാലും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ തൊണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് വലിയ വലിയ ചികിത്സാ സമിതിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു സേവനം, അത് ഈ ജീവിതത്തിൽ അവർക്ക് വലിയ തുണയും മുതൽക്കൂട്ടുമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.